ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. അതെ, ഞാൻ കുറച്ച് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇതിന്റെ പേരും പറഞ്ഞ ആരെ കുറ്റം പറയാനൊന്നും വരണ്ട. ഇനിയിപ്പോ കുറ്റം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ആരും ഇതിന്റെ ഇടയിൽ കയറി ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കണ്ട. ചേച്ചി എന്ത് തീരുമാനം എടുക്കാൻ പോന്നെ? തീരുമാനമൊക്കെ നീ കണ്ടോ? പിന്നെ കൊച്ചിന്റെ പേരും പറഞ്ഞു ആരെന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. കൊച്ചിനെ നോക്കാനുള്ള ആമ്പയറൊക്കെ എനിക്കുണ്ട്. ചാച്ചി വേണ്ടേ? എന്ത് വേണ്ടെന്ന്? കൊച്ചിനെന്തിനാ വിളിച്ചേക്കണേ? വിട്. നീ കണ്ടോ? നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മായി എവിടെ? അമ്മായി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഒന്നും ചോദിക്കരുത്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മാത്രം മതി. എനിക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ സെറ്റ് ചെയ്ത് തന്നെ. അമ്മായി കുടുംബ കോടതിയിൽ അഡ്വക്കേറ്റ്. ആർക്ക് ഡിവോഴ്സ് എന്നാ? എനിക്ക് തന്നെ, അല്ലാണ്ട് ആർക്ക്? അമ്മായിക്ക് ഇത് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ. അതെനിക്ക് മാനസിക പ്രശ്നം തന്നെയാണ്. ശരി, സെറ്റ് ചെയ്ത് തരണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ചെയ്തോളാം. എന്താ സിദ്ധുവിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഡിവോഴ്സ് നോട്ടീസ് വീട്ടിൽ അങ്ങ് എത്തും. അതങ്ങ് ഒപ്പിട്ട് തന്നാ മതി. വേറെ ആരുടെ വീട്? സിദ്ധുയുടെ വീട് തന്നെ. അതിന് സിദ്ധുവിന്റെ അച്ഛനും അമ്മ വിഷമിക്കുന്നതിന് എനിക്കെന്താ പ്രശ്നം? എടോ, ഞാൻ പറഞ്ഞില്ലേ നോട്ടീസ് അങ്ങോട്ട് വരും, ഒപ്പിട്ട് തരാ. ആണാണെങ്കിൽ ഒപ്പിട്ട് തരാ സിദ്ധു. എന്തായാലും എന്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല. ഇതങ്ങ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് സന്തോഷമാവുള്ളൂ. അല്ല, എന്റെ സഹോദരങ്ങളെ പറ്റി നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഇവിടുത്തെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാം. വെച്ചിട്ട് പോ. അമ്മൂമ്മ എന്റെ അടുത്ത് ക്ഷമിക്കാം. ഈ കാര്യത്തിൽ ആരുടെ അനുവാദം ചോദിച്ചൊന്നും തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇതെന്റെ ജീവിതമാണ്. നിങ്ങൾ എല്ലാരും കൂടെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു ചെറുക്കനെ കൂടെ കെട്ടിച്ചു വിട്ടതല്ലേ? സന്തോഷമായി, തൃപ്തിയായി എനിക്ക്. ചേച്ചി തറയിൽ നിൽക്കുക കേട്ടാ. വേണ്ടേ? തിരിച്ചു പറയുന്നത് പറയാറായിട്ടൊന്നും അല്ല. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ തോളത്ത് കയറുന്ന ചേച്ചി ഞങ്ങളുടെ ചെവി തിന്നും. അതുകൊണ്ട് മാത്രമാണ് മിണ്ടാണ്ടിരിക്കുന്നത്. ഇത്രയൊന്നും പറയണ്ട കേട്ടാ. ബുക്കിന്റെ പേപ്പർ അറിയുന്ന പോലെ അല്ല ഡിവോഴ്സ്. ஆமா லட்சு, சித்து ஏதா கோவப்பட்டு சொன்னா அப்படியே டைவர்ஸா? லட்சு கொஞ்சம் பொறுத்து போப்பா. ക്ഷമയാ இருந்தா தான் நல்ல ലൈഫ് அமையும். ആണ്. എന്നിട്ട് ഇത്രയും ക്ഷമയുള്ള ആന്റിക്ക് എന്ത് പറ്റി? കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചേ? ഒന്നും പറയാനില്ലല്ലോ. അതാണ് ആന്റി, എല്ലാവർക്കും സെയിം സിറ്റുവേഷൻ അല്ല. ഓരോരുത്തർക്കും വേറെ വേറെ രീതിയിലാണ്. അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ സിദ്ധുവിനെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അമ്മൂമ്മ ഞാൻ പറഞ്ഞത് മാത്രമല്ലേ കേട്ടോളൂ. സിദ്ധു തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. എന്താ അത്രയ്ക്ക് പറഞ്ഞേ? അവന്റെ ഗ്രഹപ്പിഴയ്ക്ക് അവന്റെ തലയിലായതാണ് ഞാൻ. അത് കാര്യാക്കണ്ട, അത് ഞങ്ങളെല്ലാരും പറയുന്നല്ലേ. പെണ്ണേ, നീ ആ മുറിയിലോട്ട് വാ, ശരിയാക്കി തരാം കേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.